ഈ കുട്ടികൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? അവർ സംസാരിക്കുന്നത് തികച്ചും ഹിന്ദി ഭാഷയിലാണ്. ഹിന്ദി അറിയാവുന്ന ഏതാനും ഞങ്ങളുടെ ചില തിരിച്ചു പോകണം എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഞങ്ങൾക്ക് ജാർഖണ്ഡിൽ കിട്ടുന്ന വിദ്യാഭ്യാസം 0 അവിടെ വർഷത്തിലൊരിക്കൽ ഒരു യൂണിഫോമും ഉച്ചയ്ക്കൽപ്പം കഞ്ഞിയും തന്നാൽ അത് വിദ്യാഭ്യാസമായി എന്ന് കരുതുന്ന നിലപാടിലാണ് അവിടുത്തെ ഭരണകൂടമുള്ളത്. അതിനാൽ ഞങ്ങൾക്ക് പഠിക്കണം, ഞങ്ങൾക്ക് ഉയരണം, ഞങ്ങൾക്ക് നാടിൻ്റെ ഇന്ത്യ രാജ്യത്തെ പൗരന്മാർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് വളരണം എന്ന അഭിലാഷം പങ്കുവെച്ച കുട്ടികളും ആ കൂട്ടത്തിലുണ്ട്. ജയചന്ദ്രൻ മാസ്റ്റർ നോക്കൂ, മതിയായ രേഖകളില്ലാതെ യാത്ര ചെയ്തു, നമ്പർ 1. നമ്പർ 2, ഡെസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല. 3, ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നതിനും മതിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല. 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ വെച്ച് നമ്മൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഇതൊരു മനുഷ്യക്കടത്താണ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. ശരിയാണോ? കേരളത്തിൽ അനാഥാലയങ്ങളെ മൊത്തത്തിൽ അധിക്ഷേപിക്കുന്നതിനോട് യോജിക്കാൻ സാധ്യമല്ല. കേരളത്തിലെ കാരുണ്യത്തിനും മാനവികതയ്ക്കും ഉദാഹരണങ്ങളായി നിരവധി കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ കേരളത്തിലെ അനാഥാലയങ്ങളുടെ എണ്ണം അതിൽ അന്തേവാസികളുടെ എണ്ണത്തിൽ കുറവ് വരുത്തി. അത് ശ്ലാഘനീയമാണ്. പക്ഷേ ഇടക്കാലത്ത് നമ്മളെ ഇപ്പോൾ അത്ഭുതപ്പെടുത്തുന്നത് ഇത്തരം നല്ല സ്ഥാപനങ്ങളുടെ കള്ളനാണയങ്ങളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരമാറ്റവുമായി ബന്ധമില്ല. ഈ അടുത്ത ദിവസം വരെ ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോകും. പക്ഷേ കേരളത്തിൽ പിടിക്കപ്പെട്ട കുട്ടികളുടെ രേഖകൾ സൂക്ഷിക്കുന്ന കാര്യത്തിൽ, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിലും സാർവദേശീയ തലത്തിലും സംസ്ഥാനത്ത് പോലുമുള്ള നിയമങ്ങളുടെ കുറ്റകരമായ ലംഘനം ബന്ധപ്പെട്ട അധികാരികൾ മുമ്പോട്ട് വെച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരപ്പെട്ട കുട്ടികൾക്ക് ഒരേ വില്ലേജ് ഓഫീസറുടെ രേഖകളാണ് ഹാജരാക്കുന്നത്. രക്ഷിതാക്കളുടെ അനുമതി പത്രമില്ല. പാലിക്കപ്പെടേണ്ട നിയമങ്ങൾ പാലിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ കേവലം സംശയങ്ങളാവാം. ഈ സംശയങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ പരിശോധിക്കപ്പെടണമെങ്കിൽ നിയമാനുസൃതം നാട്ടിലുള്ള നടപടികൾ നടക്കണം. പ്രഥമ വിവര റിപ്പോർട്ട് പോലും ഞങ്ങൾ അംഗീകരിക്കില്ല. അത് ഒഴിവാക്കിക്കൊണ്ട് അന്വേഷണം നടത്താൻ പാടില്ല. പകരം ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ത്യയിലുള്ള നിയമങ്ങളിൽ നിരവധി നിരപരാധികൾ പലപ്പോഴും സംശയത്തിന് മുമ്പിൽ വന്നിട്ടുണ്ട്. ലോകത്തിൽ കുറേയൊക്കെ കുറ്റമറ്റ നിയമ സംവിധാനം ഉണ്ടെന്ന് പറയുന്ന നമ്മുടെ നാട്ടിൽ അത്തരം ആളുകൾ നിയമത്തിന് മുമ്പിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കാനും തങ്ങൾ കള്ളനാണയങ്ങളല്ലെന്ന് തെളിയിക്കുന്നതിന് പകരം കുട്ടികളെ കൊണ്ടുവന്ന രീതി, ഞാൻ ഔദ്യോഗികമായിട്ട് ജോലി ചെയ്ത സംസ്ഥാനമാണ് ബീഹാർ, റാഞ്ചി. 36-38 മണിക്കൂർ യാത്ര ചെയ്യണം. പ്രാഥമിക സൗകര്യങ്ങൾ പോലും എടുക്കാതെ കണ്ട ആളുകൾ പറയുന്നു വിശക്കുന്നു കുട്ടികൾക്ക്. മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടി കൊണ്ടുവരുന്ന കുട്ടികൾക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഇവിടെയുള്ള തർക്കം പരിശോധിക്കാൻ അനുവദിക്കില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അനുവദിക്കില്ല. അത് പറയുന്നത് അനാഥാലയ നടത്തിപ്പുകാർക്കപ്പുറത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ടി വരുന്ന ആളുകളാണ്. അറിയേണ്ടത് കാക്കാനോ കടത്താനോ കേരളത്തിലെ അനാഥാലയങ്ങൾ കുട്ടികളെ കൊണ്ടുവരുന്നത് എന്നാണ്. വളരെ പ്രസക്തമായ ചോദ്യം. കള്ളനാണയങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കണ്ടേ? കണ്ടുപിടിക്കണമെങ്കിൽ അന്വേഷിക്കണമെങ്കിൽ ഒരു FIR എഴുതേണ്ടേ? അതിന്റെ മുൻവിധികളോടെ അതിനെ സമീപിക്കുന്നത് ശരിയാണോ? ഇരുകൂട്ടരും പ്രസക്തമായ ഭാഗം ഒപ്പം അന്വേഷിക്കുന്നു. ഈ കുട്ടികളുടെ മനോനില ഏതവസ്ഥയിലേക്ക് എത്തി? ആരാണ് ഉത്തരവാദി? ചർച്ചയുടെ അടുത്ത ഭാഗത്തിൽ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. കേരളത്തിലെ അനാഥാലയങ്ങൾ കാക്കാനോ കടത്താനോ? അസീസ് തരുവണ, അങ്ങ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചു കാലം ഒരു ഓർഫനേജിൽ പഠിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ യത്തീംഖാനയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പണ്ട് അങ്ങ് എഴുതിയൊരു ലേഖനം വായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അറിയേണ്ടത് 10-നും 13-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 7-നും 12-നും ഇടയ്ക്ക് പ്രായമുള്ള ഇത്തരത്തിലുള്ള കുട്ടികൾ, പാലക്കാട് പേഴുങ്കര ഓർഫനേജിൽ താമസിക്കപ്പെട്ട കുട്ടികൾ, അവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവരുടെ പ്രതീക്ഷകൾ എന്തായിരിക്കും? അവരുടെ രക്ഷകർത്താക്കളുടെ സ്വപ്നങ്ങൾ എന്തായിരിക്കും? ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത് മനുഷ്യാവകാശങ്ങളുടെയും അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെയും പശ്ചാത്തലത്തിലാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏതൊരു പൗരനും ഏത് സ്റ്റേറ്റിൽ പോയും വിദ്യാഭ്യാസം നേടുവാനും തൊഴിൽ നേടുവാനുമുള്ള അവകാശമുണ്ട്. മറ്റൊന്ന്,
നമ്മുടെ ഓർഫനേജ് സൊസൈറ്റി ആക്ട് പ്രകാരം കേരളത്തിൽ നിന്ന് ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള വിദ്യാർത്ഥികൾക്കും പഠിക്കുവാനുള്ള അവകാശമുണ്ട്. ഇനി ഇവിടെ പ്രസക്തമായ വിഷയം, ഇപ്പോൾ വിവാദമായ വിഷയം ജാർഖണ്ഡിൽ നിന്നും മറ്റും വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന രീതിയെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും ആ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. 2 ബോഗികളിലായി വിദ്യാർത്ഥികളെ കുത്തി നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളെ നിയമപരമായി തന്നെ കാണേണ്ടതുണ്ട്. അവിടെ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്ത കുട്ടികളെ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുക്കാത്തതിനുള്ള നടപടികൾ സ്വീകരിക്കാം. പക്ഷേ ആ ടിക്കറ്റ് ഒരു വ്യവസായി അടച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം ഈ യാത്രയുടെ രീതി. തീർച്ചയായിട്ടും ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനങ്ങളിലെ സാക്ഷരതാ നിലവാരം നമുക്കറിയാം. നമ്മുടെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ആദിവാസികളുടെ SC/ST വിഭാഗങ്ങളുടെ താഴെ കിടക്കുന്ന അവസ്ഥയിലാണ് അവിടുത്തെ മുസ്ലിങ്ങൾ എന്നാണ്. അത്തരത്തിൽ ഒരു പരിതാവസ്ഥയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ അവബോധമുണ്ടാകാതിരിക്കുക എന്നത് സ്വാഭാവികമാണ്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം ഇവിടെ ചോദിച്ചതാണ് ഈ ഓർഫനേജിൽ ഇപ്പോൾ താമസിപ്പിച്ചിരിക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർഫനേജിൻ്റെ ഇന്നത്തെ സിസ്റ്റത്തെക്കുറിച്ച് ലോകവ്യാപകമായി ഇന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ റീപ്ലേസ്ഡ് പോലുള്ള പ്രസ്ഥാനങ്ങൾ ഇംഗ്ലണ്ടിലും മറ്റും ആരംഭിച്ചിരിക്കുകയാണ്. അവർ പറയുന്നൊരു വാദം കുട്ടികളെ അനാഥാലയങ്ങളിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചു കൊണ്ടുപോവുക എന്നൊരു പുതിയൊരു കൺസെപ്റ്റാണ്. തീർച്ചയായിട്ടും അത് നമ്മൾ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അറ്റ് ഹോം എന്ന ഫീലിംഗ് ഉണ്ടാക്കുന്നതിന് തീർച്ചയായിട്ടും അവരുടെ വീട് തന്നെയാണ് അനുയോജ്യം. അതിന് ഏറ്റവും അനുയോജ്യം കേരളത്തിലെ പല ഓർഫനേജുകളും ചെയ്യുന്നത് പോലെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം മർക്കസിലുള്ള ഓർഫനേജ്, അതേപോലെ തന്നെ വാദി റഹ്മ അടക്കമുള്ള ഓർഫനേജുകൾ ചെയ്യുന്നത് പോലെ അവരുടെ വീടുകളിലേക്ക് തന്നെ അതിനുള്ള സാമ്പത്തിക സഹായവും മറ്റും എത്തിക്കുന്ന ഒരു രീതി വളരെയേറെ സഹായകമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ചർച്ചയുടെ 2ാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർത്തു വന്നിട്ടുണ്ട്. അറിയേണ്ടത് ഈ കുട്ടികളുടെ മാനസികാവസ്ഥയും നിലവിലുള്ള ഓർഫനേജുകളെ ബാധിക്കുന്ന തരത്തിലുള്ള മുൻവിധികളും അതെങ്ങനെ കാണുന്നു? താങ്കളെ പോലെയുള്ള മറ്റൊരു ഓർഫനേജിൻ്റെ നടത്തിപ്പുകാരൻ കൂടിയാണ് താങ്കൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെറിയ കുട്ടികളെ അവിടെ വീടുകളിൽ തന്നെയാണ് താമസിപ്പിക്കുന്നത്. 10 വയസ്സായ കുട്ടികളെ മാത്രമേ ഓർഫനേജിൽ താമസിപ്പിക്കാറുള്ളൂ. എന്നാൽ പോലും ചില രക്ഷിതാക്കൾ അവർക്ക് പ്രത്യേകിച്ച് അമ്മമാർക്ക് ജോലിക്ക് പോകേണ്ട സൗകര്യത്തിനും മറ്റും ചെറിയ കുട്ടികളെ താമസിപ്പിക്കാൻ നിർബന്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും അടുത്ത് ഞങ്ങളെ സ്ഥാപനത്തിൽ വന്ന ഒരു വീട്ടമ്മ 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ നിങ്ങൾ എങ്ങനെയെങ്കിലും താമസിപ്പിക്കണം, ഇവിടെ എൻ്റെ വീട്ടിൽ ഒരു സൗകര്യവുമില്ല, എനിക്ക് പണിക്ക് പോകാനും പറ്റില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് കരയുകയുണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ അപൂർവം ചില കുട്ടികളെ മാത്രമേ ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ വരുന്നുണ്ടോ? അവിടെ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരാറില്ല. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരവും അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അനുസരിച്ചും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും ഏത് കുട്ടിക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന് വിരുദ്ധമാണ് ഇന്നത്തെ ഈ പരിപാടികൾ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ദിൽവറിനെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. ആസാമിൽ നിന്ന് വന്ന ദിൽവർ പഠിച്ചത് കേരളത്തിലാണ്, വളർന്നതും കേരളത്തിലാണ്. ദിൽവർ മലയാളം സംസാരിക്കുമല്ലോ അല്ലേ? സംസാരിക്കും. ആസാമീസ് സംസാരിക്കുമോ? സംസാരിക്കും. എങ്ങനെയാണ് ആസാമിൽ ഈ കുട്ടികളുടെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു വാചകത്തിൽ ആസാമീസ് ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ঝাৰখণ্ডৰ পৰা আহা এই ল'ৰাবোৰৰ অৱস্থা বৰ বেয়া লাগিছে দেখি. മലയാളത്തിൽ പറഞ്ഞാൽ ഝാർഖണ്ഡിൽ നിന്ന് വന്നിട്ടുള്ള ഈ കുട്ടികളുടെ അവസ്ഥ കണ്ടിട്ട് നമുക്ക് മാനസികമായ ഒരു വിഷമം തോന്നും. ഇവിടുത്തെ ഏത് ഓർഫനേജിലാണ് പഠിച്ചത്? JDTയിൽ തന്നെയാണോ? ഇല്ല, ഞാൻ മോഡൽ ഓർഫനേജ് എന്ന് പറയുന്ന ആലുവയിലുള്ള ഒരു ഓർഫനേജിലാണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഐവെൽ കാസ്റ്റർ എന്ന കമ്പനിയിലെ അസിസ്റ്റന്റ് മാനേജർ. എന്താണ് അന്ന് ആസാമിൽ നിന്ന് വരാനുള്ള കാരണം? 1994 ആസാമിൽ ഒരു വർഗീയ കലാപം നടന്നിരുന്നു, ബോഡോ വർഗീയ കലാപം. അതിലെൻ്റെ ഫാദർ മരിച്ചു. പിന്നെ കേരളത്തിൽ നിന്നുള്ള ഈ റിലീഫ് പ്രവർത്തനങ്ങൾ അവർ അവിടെ പോയിട്ട് കുറച്ച് കുട്ടികളെ ദത്തെടുത്തു. ശരിക്കും ദത്തെടുത്തിട്ട് ഒരു ഓർഫനേജിൽ TK മുഹമ്മദ് പറയുന്ന ഒരു മനുഷ്യൻ്റെ കെയർ ഓഫിൽ ഒരു സ്ഥാപനം തുടങ്ങി അവിടെ പാർപ്പിച്ചു. ഓക്കെ, എത്ര സഹോദരങ്ങളുണ്ട് ദിൽവറിന്? എനിക്ക് 6 സഹോദരന്മാരുണ്ട്, 3 പെങ്ങൾ. പഠിച്ചിട്ടുള്ളോ? ഞാൻ മാത്രമേ ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇത്തിരി പ്രായത്തിൽ വലുതായിരുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ അവിടെ കർഷകരായിട്ട്. ദിൽവറിനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസമാണോ അവർക്ക് അവിടെ? ആർക്കും ഇല്ല, ദിൽവറിന് മാത്രമേ ഉള്ളൂ. അവരുടെ ജോലി കൃഷിയുമായി ബന്ധപ്പെട്ട ജോലി. ദിൽവറിന് ഇവിടെ വന്നതുകൊണ്ട് ദിൽവർ രക്ഷപ്പെട്ടു എന്ന് ദിൽവറിന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. കേരളത്തിൽ വന്ന് എന്തൊക്കെയായിരുന്നു ദിൽവറിന് അവിടെ ഇല്ലാതെ ഇവിടെ കിട്ടിയ പ്രയോജനങ്ങൾ? അവിടെ എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായും ഒരു കൾച്ചർ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് അവിടെ. രാവിലെ എഴുന്നേൽക്കുന്നു, മാതാപിതാക്കൾ പക്ഷികളെ പോലെയാണ്. എന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു, കിടക്കുന്നു. ആ ഒരു കൾച്ചർ മനസ്സിലായി. ഈ അല്ലാതെ വിദ്യാഭ്യാസപരമായ ഒരു ചിന്ത പോലും രക്ഷിതാക്കൾക്ക് പോലും ഉണ്ടാവില്ല.
ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ വരുമ്പോൾ സ്വാഭാവികമായി ഒരു കുട്ടിക്ക് ഒരു സന്തോഷം തോന്നും. നല്ല യൂണിഫോം, നല്ല ഡ്രസ്സ്, ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്കൊരു മനസ്സിലൊരു തൃപ്തി വരും. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആസാമിലോട്ട് തിരിച്ചു പോയപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ എന്നോടൊപ്പം വന്നു. എൻ്റെ മകനെ കൂടി കൊണ്ടുപോയിക്കോ, നീ അവിടെ പോയി സംസാരിക്ക്, ഓർഫനേജിൽ പോയി നിന്ന് പറ. ദിൽവറിനെ ഞങ്ങൾ മനഃപൂർവ്വം ഈ ചർച്ചയിലേക്ക് ക്ഷണിച്ചു വരുത്തി മനഃപൂർവ്വം പറയിപ്പിച്ച വാചകങ്ങളല്ല, ഇത് ഉള്ളിൽ നിന്ന് വന്ന വാചകങ്ങൾ തന്നെയാണ്. ആസാമിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരംഗത്തിനും കിട്ടാത്ത വിദ്യാഭ്യാസം കേരളത്തിൽ നിന്ന് കിട്ടി. ഭരണഘടനാപരമായി ഇന്ത്യയിൽ എവിടെ നിന്നും എങ്ങോട്ടും സഞ്ചരിക്കാനും താമസിക്കാനും വിദ്യ അഭ്യസിക്കാനും പറ്റുന്ന ഒരു നാടാണ്. എന്നിട്ടാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത് പഠിക്കേണ്ടവർ അവിടെ തന്നെ അവരെ പഠിപ്പിക്കുക, അനാഥാലയങ്ങൾ അവിടെ തന്നെ തുടരട്ടെ. ദിൽവർ ആസാമിൽ തുടർന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതിനാദ്യം മറുപടി, അതിനുശേഷം ബാക്കി ചോദ്യത്തിലേക്ക്. നമ്മുടെ രാജ്യത്തെ ഒരു ഭരണഘടന അടിസ്ഥാനപരമായി ഒരു പൗരന് നൽകേണ്ടുന്ന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൽ വരുന്ന വീഴ്ചകളുണ്ടെങ്കിൽ അതിനെതിരെ അതാത് പ്രദേശത്ത് അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിയമപീഠങ്ങളെ സമീപിക്കുകയും ഇതിനു വേണ്ടിയ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയുമാണ് വേണ്ടത്. ഇവിടെ കേരളത്തിൽ വന്ന് പഠിച്ചത് ശരിയാണോ തെറ്റാണോ? അല്ല, തീർച്ചയായും സ്വാഭാവികമായ മനുഷ്യ ജീവിതത്തിനിടയ്ക്ക് അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് 500, 600, 700 പേരെ തകരപ്പെട്ടിയും തലയിലേറ്റി അനധികൃതമായി ഇങ്ങനെ കടത്തിക്കൊണ്ട് അവരെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതിന് രീതിയുണ്ട്. എന്നിട്ട് ഇപ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നിയമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒരു കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മാർച്ച് നടത്തേണ്ടുന്ന വസതികൾ ഏതാണ്? സാമൂഹ്യനീതി വകുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ വിവാദത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ പാവപ്പെട്ട ഓർഫനേജുകാരന് ഏത് നിയമങ്ങൾ ഏതു തരത്തിൽ പാലിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതിൻ്റെ ബാലപാഠം പോലും പഠിപ്പിക്കാത്ത ആളുകളല്ലേ യഥാർത്ഥത്തിൽ ഈ കേസിലെ കുറ്റവാളികൾ? ചോദ്യങ്ങളും സംശയങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ഉയരുകയാണ്. ദിൽവറിനെ പോലെ ഒരു പക്ഷിയെ പോലെ മാത്രം ആസാമിൽ ജീവിച്ച് മടങ്ങുമായിരുന്ന ഒരു വ്യക്തിയെ കേരളത്തിൽ വന്ന് പഠിച്ച് വിദ്യാസമ്പന്നനാക്കി തിരിച്ചയച്ചത് അനാഥശാലകൾ ചെയ്ത തെറ്റാണെങ്കിൽ അതിന് ആരോട് മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം? പല ചോദ്യങ്ങളുമുണ്ട്. അനാഥശാലകളിലെ കള്ളനാണയങ്ങളെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും? ഒപ്പം വളരെ പ്രസക്തമാണ്, ഈ വിവാദത്തിനു പിന്നിലെ യഥാർത്ഥ ഉത്തരവാദി, യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു. ഇടവേളയ്ക്ക് പിരിയുന്നു. തിരിച്ചു വരാം. കാക്കാനോ കടത്താനോ? കേരളത്തിലെ അനാഥശാലകളുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പരിശോധിക്കുന്നു.